എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പച്ചമാങ്ങ ഉപയോഗിച്ചിട്ട് നമ്മളെന്നാൽ തീ കത്തിക്കുകയോ അതുപോലെ ഇത് വേവിക്കുകയോ ഒന്നും വേണ്ട, എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ഒഴിച്ചുകറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒരു പച്ചമാങ്ങ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട, അതുപോലെ ഗംഭീരം. അതിന് വേണ്ടിയിട്ട് 2 പച്ചമാങ്ങ വേണം, ഒരു സവോള, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ മാങ്ങ പിന്നെ കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കാതെ തന്നെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അതിലുള്ള 2 മാങ്ങയാണ് കേട്ടോ ഇത്. അത് നമ്മൾ ഒരു 6 മാസം മുന്നേ എടുത്ത് വെച്ച മാങ്ങയായിരുന്നു. പിന്നെ ആ ഒരു മാങ്ങയാണ് നമ്മൾ ഈ കറി വെക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നമുക്ക് ഈ മാങ്ങാക്കാലമൊക്കെ കഴിയാനായി കുറച്ചധികം നാളിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു കുറച്ച് മാങ്ങ പച്ചമാങ്ങ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ഞെട്ടിൻ്റെ അവിടെ മാത്രം ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്, അല്ലാതെ മാങ്ങയ്ക്ക് യാതൊരു കുഴപ്പമില്ല. നല്ല ഫ്രഷായി തന്നെ മാങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിയുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അത്രയും അതിഗംഭീരമായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇത് കണ്ടോ കേട്ടോ, നല്ല ഗ്രീൻ കളറിൽ തന്നെ മാങ്ങയിരിപ്പുണ്ട്. യാതൊരു വിധത്തിലുള്ള കേടുകളൊന്നും തന്നെയില്ല. ഇത് ഞാൻ ചെത്തുമ്പോൾ കാണിച്ചു തരാം എത്രത്തോളം ഫ്രഷായിട്ടാണ് ഇതിരിക്കുന്നത്. ആ ഞെട്ടിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒരു ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് പുറം വശം കേട്ടോ. അത് കണ്ടോ, ചെത്തിക്കഴിഞ്ഞപ്പോൾ അതേ മരത്ത് നമ്മൾ പറിച്ചെടുത്ത അത്രയും ഫ്രഷ്നെസ്സോട് കൂടി തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. ഇത് കണ്ടില്ലേ, ഞെട്ടിന് മാത്രം ഒരു കറുപ്പ് വശം വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ 2 മാങ്ങ ഈ ഒരു കറിയിലേക്ക് വേണ്ടി 2 മാങ്ങ ഒന്ന് തോലിയെത്തി സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മാങ്ങ നമ്മൾ അരിഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്, ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ട് കറി വേണോ അതിനനുസരിച്ച് ഈ ഒരു മാങ്ങയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചെറിയ 2 മാങ്ങ മതി, അത്ര എമൗണ്ട് കറി മതി, അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇടുന്ന പച്ചമുളകിൻ്റെ എണ്ണ ഒക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു അത്യാവശ്യം എരിവുള്ള മുളകായത് കൊണ്ട് തന്നെ ഒരു 3 മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മതി. ഒരു മാങ്ങ ഞാൻ പൂർണ്ണമായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തു. രണ്ടാമത്തെ മാങ്ങയും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് എടുക്കട്ടെ, എന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഫുൾ മാങ്ങയും ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി സവോളയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കറിവേപ്പില ഒന്ന് തണ്ടിന്ന് ഊരിയെടുക്കണം. പിന്നെ നമുക്കിത് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ഒരു 2-3 ചെറിയുള്ളി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചെറിയുള്ളിയും കടുകും വേണം കേട്ടോ. പിന്നെ 2-3 വറ്റൽമുളകും, അത് ഞാൻ വഴിയെ പറയാം. പിന്നെ നമുക്ക് അരമുറി തേങ്ങ വേണം. അരമുറി തേങ്ങ നമ്മൾ അരയ്ക്കുകയല്ല ചെയ്യുന്നത്, 1 കപ്പ് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ 1/4 പാല് 1 കപ്പ് അളവിൽ തന്നെ നമ്മൾ 1/4 പാല് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ഈ ഒരു അരമുറി തേങ്ങ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചതേ 1 ഗ്ലാസ് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടിയാണ്, മൺചട്ടി എടുക്കുക. ആ മൺചട്ടിയിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ചൂടാക്കി വേവിക്കൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സമയമില്ലാത്ത പെട്ടെന്ന് എങ്ങോട്ടെങ്കിൽ പോകാനൊക്കെ നേരത്ത് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ടേസ്റ്റ് ബേസ് നോക്കുകയാണെങ്കിൽ ഈ ഒറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയും വേണ്ട കേട്ടോ. അപ്പോൾ അതേ ആ ചട്ടിയിലേക്ക് ഗ്രേറ്റ് ചെയ്ത മാങ്ങ ഇട്ടു, ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ടു. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ട് വെച്ചാൽ കാന്താരി തന്നെ എടുക്കണം. കാന്താരി ആകുമ്പോൾ ടേസ്റ്റ് ലെവൽ ഒന്നും കൂടി ഗംഭീരമാവും കേട്ടോ. നമുക്ക് കാന്താരി കിട്ടാനില്ല, അതുകൊണ്ടാണ് വലിയ മുളക് എടുത്തത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവോളയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ആദ്യമായിട്ട് ഇടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അത് തയ്യാറാക്കി കഴിഞ്ഞ ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയാണ് ഇതിൻ്റെ ഈ കറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഇതാണ്. ഇത് കണ്ടില്ലേ, കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഞെരടണം കേട്ടോ. ഈ ഒരു പച്ചമുളകും സവോളയും ഈ ഒരു മാങ്ങയും കറിവേപ്പില എല്ലാം കൂടി അങ്ങ് കൈ വെച്ച് നന്നായിട്ട് ഞെരടി അങ്ങ് യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റോളം, കുറഞ്ഞതൊരു 3 മിനിറ്റോളം നന്നായിട്ട് ഞെരടി എടുത്തോളൂ കേട്ടോ. ആ ഒരു കറിവേപ്പിലേൻ്റെയും പച്ചമാങ്ങേൻ്റെയും
ഈ പച്ചമുളകിൻ്റെയും സവോളേൻ്റെയൊക്കെ ഒരു എല്ലാ ടേസ്റ്റും കൂടി ഒരുമിച്ചാവട്ടെ. നന്നായി തിരുമ്പോൾ നല്ല മണമാണ് കേട്ടോ. ഇനി ആ തിരുമ്മി വെച്ചതിലേക്കാണ് നമ്മൾ ഈ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങയുടെ നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് ചൂടാക്കൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ഈ ഒരു തേങ്ങാപ്പാൽ എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അത് കണ്ടില്ല, എല്ലായിടത്തും ആ തേങ്ങാപ്പാൽ എത്തട്ടെ. അപ്പോൾ ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്കിക്കോളൂ. എന്താ വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഉപ്പ് കുറയുകയാണെന്ന് വെച്ചാൽ ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാകമാണ് ഉപ്പ് കേട്ടോ. എരിവൊക്കെ ഒരിച്ചിരി പൊടിക്ക് മുകളിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ എരിവിട്ട് കൊടുക്കുക. എൻ്റെ അമ്മ ഇത് എന്താ പറയുക, വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതിൽ താളിച്ച് ചേർക്കാനായിട്ട് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു 3 കുഞ്ഞുള്ളി കട്ട് ചെയ്തതും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുത്തിട്ട്, വേവിക്കാൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയി എടുത്തിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക, ഉള്ളീൻ്റെയും ഒക്കെ ഒന്ന് കളറ് നന്നായിട്ടൊന്ന് മാറിക്കോട്ടെ കേട്ടോ. നന്നായിട്ട് മൂത്ത് വരണം, അല്ലെങ്കിൽ ഈ ഒരു കറിക്ക് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണമെന്ന്. ഇത് കണ്ടോ, നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എന്താ പറയുക, ഈ ഒരു ഉണക്കമുളകും കൂടി ചേർത്ത് അത് കറിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചതും കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗംഭീരമായിട്ടുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഒരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ചൂടാക്കി വേവിക്കുക പോലും ചെയ്യാത്ത അതിഗംഭീരമായിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഞങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുള്ളതായിരുന്നെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നല്ല മഴയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.